സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയായിട്ടുള്ള ഷാജൻ സ്കറിയയെ വഴിയിലിട്ടുകൊണ്ട് അക്രമ സംഘം ആക്രമിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് മൂക്കിന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതുമായിട്ടുള്ള വാർത്ത കണ്ടിരുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വാർത്ത ഞാനും ഈ പറയുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാ സോഷ്യൽ മീഡിയയിലും കാണാനിടയുണ്ടായി. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പുറകിൽ വന്നിട്ടുള്ള വാഹനത്തിലിരിക്കുന്ന ആളുകളാണ് വീഡിയോ പകർത്തിയിരിക്കുന്നത്. അതിൽ കുറച്ച് ആളുകൾ, അതായത് ആ വാഹനത്തിലുണ്ടായിരുന്ന ഒരാൾ പോയി ഇവരെ തടഞ്ഞു അല്ലെങ്കിൽ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴും ആ വാഹനത്തിലിരിക്കുന്ന ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും അത് ആരാണെന്ന് ചോദിക്കുമ്പോഴും മിണ്ടാതെ, അല്ലെങ്കിൽ ഇത് ഷാജൻ സ്കറിയാണെന്ന് അറിയുമ്പോൾ അവർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാതെ അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലും കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റുകളാണ്. അതായത് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വന്നിരിക്കുന്നത് ഇവനൊക്കെ ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മുഖമില്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നാണ്. ഈ അക്കൗണ്ടുകളൊക്കെ ആരുടെ ആയിരിക്കാം? പ്രത്യേകിച്ച് വേറെ ചോദ്യങ്ങളൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതിലിനിയും സംഖ്യക്കുട്ടന്മാരുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ കമ്മിക്കുട്ടന്മാർ ഒരുപാടുണ്ടെന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാണ്. നമുക്കറിയാം പല കാര്യങ്ങളിലും നമ്മുടെ ഈ പാർട്ടിയോട് എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഞാൻ നല്ലതെന്ന് പറയും. കൊള്ളരുതായ്മയും തന്തയ്ക്ക് പ്രക്കാരിയും ചെയ്താൽ ഞാനത് അതുതന്നെയാണെന്ന് പറയും. ഈ തന്തയ്ക്ക് പ്രക്കാരി എന്നൊരു വേർഡ് പറയുമ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് മെസ്സേജ് അല്ല കമൻറ്റ് ബോക്സിലിട്ട് പറയാറുണ്ട്, മോനെ ഇങ്ങനെ പറയാൻ പാടില്ല, അത് അത്ര നല്ല വേർഡല്ല എന്നുള്ളത്. പക്ഷേ ഇവന്മാരൊക്കെ കാണിക്കുന്ന ഈ ഒരു പ്രവൃത്തി നമ്മൾ അതിനെ വേറെ ഏത് പേര് വിളിച്ച് നമുക്ക് അലങ്കരിക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഒരു പേരിൽ വിളിക്കുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഇവന്മാർ ഇത് അർഹിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഇവന്മാർ ഈ കാണിക്കുന്ന പരിപാടി ഓരോ എന്തെങ്കിലും ഒന്ന് ഇവന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലേ, അതായത് വിരൽ ചൂണ്ടുന്നവനെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം, ശബ്ദിക്കുന്നവനെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, എത്ര നിശബ്ദരാക്കിയാലും എത്ര വിലങ്ങണിയിപ്പിച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, അതിനുള്ള ഉത്തരം തന്നേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പൃഥ്വിരാജ് ഒരു സിനിമയിലെ ഡയലോഗ് പറയുന്നുണ്ട്. അത് തന്നെയാണ് എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത്. അതായത് വിരൽ ചൂണ്ടിയാൽ വിലങ്ങണിയിക്കുന്ന ഒരു രാഷ്ട്രീയമാണോ പിണറായി സർക്കാരെ നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത്? അതോ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയമാണോ നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത്? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തൊഴിലാളികളിൽ ഒരാളായി നിയമിച്ച ഒരു പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോൾ, അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്, മുന്നിലേക്ക് വരുമ്പോൾ ചില പാട്ടുകളുടെ വരികളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ് ഇന്നത്തെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ. എവിടെയാണ് കമ്മ്യൂണിസം നിലനിൽക്കുന്നത്? നല്ല നല്ല സഖാക്കന്മാരുണ്ടായിരുന്നു. ആ സഖാക്കന്മാരൊക്കെ ഇന്ന് മൺമറഞ്ഞു പോയി. ശ്രീ അച്യുതാനന്ദൻ നല്ലൊരു സഖാവായിരുന്നു, അദ്ദേഹം ഇന്നില്ല. അങ്ങനെയുള്ള ആളുകളിൽ കൂടി ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന വാക്കിൻ്റെ ആ ഒരു അർത്ഥം തന്നെ അത് ഇപ്പം നിലച്ചിരിക്കുകയാണ്. ഇനിയുള്ള ആളുകൾ കാണിക്കുന്ന ഒന്ന് കമ്മ്യൂണിസം അല്ല, പേക്കൂത്താണ്, ശുദ്ധമായിട്ടുള്ള പേക്കൂത്ത്. ഈ ഗുണ്ടായുസമാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന. കമ്മിക്കുട്ടന്മാരുടെ നേതാക്കന്മാരും ഈ കേരളത്തിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗുണ്ടായുസമാണ്. ഇനി സീറ്റ് വേണ്ട, സീറ്റ് കിട്ടിയില്ലെന്ന് കുഴപ്പമില്ല എന്നുള്ളൊരു തീരുമാനമായിരിക്കും ചിലപ്പോൾ ഇവന്മാർ ഈ പറയുന്ന ചെറ്റത്തരം കാണിക്കാൻ മുന്നിലേക്ക് നിൽക്കുന്നത്. പല കാര്യങ്ങളിലും നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ സംഘികളെ ഒരു പരിധിയിൽ കൂടുതൽ അകറ്റി നിർത്താൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു കമ്മിക്കുട്ടന്മാരുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവന്മാർ കാണിക്കുന്ന ഈ ഒരു പരിപാടി, ഇപ്പോൾ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെയൊക്കെ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്ന, ചീത്ത കണ്ടാൽ ചീത്തയാണെന്ന് തന്നെ തുറന്നടിച്ച് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ. ഈ പിണറായി വിജയനേക്കാളിലും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആളുകളെ, അതായത് ഈ സുരക്ഷാ വലയം തീർത്തുകൊണ്ട് വഴിയിൽ കൂടി സഞ്ചരിക്കാൻ ഹെൽപ്പുള്ള ഒരു വ്യക്തിയാണ് ഈ ഷാജൻ സ്കറിയ. പക്ഷെ അതൊന്നും ഈ ഷാജൻ സ്കറിയയുടെ നികുതി പണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഷാജൻ സ്കറിയയ്ക്ക് കിട്ടുന്ന പിഴിഞ്ഞെടുക്കുന്ന പൈസയിൽ നിന്നല്ല, അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതും അയാളുടെ പൂർവികരുണ്ടാക്കിയിട്ട കാശിൽ നിന്നുമാണ്. അല്ലാതെ ഈ പറയുന്ന നമ്മുടെ പിണറായി സർക്കാർ അല്ലെ പിണറായി സഖാവ് ചെയ്യുന്നത് പോലെ ആളുകളുടെ നികുതി വെട്ടിച്ചും പിഴ ഈടാക്കിയും ഉണ്ടാക്കിയ കാശിൽ കൂടിയല്ല അയാൾ ജീവിക്കുന്നത്. ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെയും വല്ല അക്രമവും വരാൻ സാധ്യത ഉണ്ടാവാം. എന്ത് തന്നെയാണെങ്കിലും പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുള്ളൂ, ആരെങ്കിലുമൊക്കെ വേണ്ട സംസാരിക്കാൻ. ഇപ്പം ഞാൻ ഈ ഒരു വിഷയങ്ങളെപ്പറ്റി ഷാജൻ സ്കറിയ അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അതിൽ ഫുള്ള് കമ്മിക്കുട്ടന്മാർ വന്ന് മെഴുകുകയാണ്. എടാ, നിനക്കൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ, നിനക്കൊക്കെ നാണമുണ്ടെങ്കിൽ, മൂക്കിന് താഴെ മീശ വെച്ച് നടക്കുന്ന ആണത്തമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, നീയൊക്കെ ആ ഷഹബാസിന്റെ കുടുംബത്തിന് വേണ്ടി നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി സംസാരിക്കും. എന്തുകൊണ്ട് നീയൊക്കെ സംസാരിക്കുന്നില്ല? നിനക്കൊക്കെ എതിരെ സംസാരിച്ചിട്ടുള്ള ഈ പറയുന്ന ഷാജിനെ അടിക്കാൻ വേണ്ടി നീയൊക്കെ കാണിച്ച ധൈര്യത്തിന്റെ ഒരു ശതമാനം, വെറും 1% നിനക്ക് കാണിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ ഒരു വീഡിയോ കാണാനിടയുണ്ട്. ആ വീഡിയോയിൽ ശക്തമായിട്ട് അദ്ദേഹം എതിർക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോ ആണ്, ഞാൻ ഒരു വീഡിയോയുടെ പ്ലേ ചെയ്യാം. അദ്ദേഹം ശക്തമായിട്ട് കമ്മിക്കുട്ടന്മാർക്കെതിരെ തന്നെ സംസാരിക്കുന്നുണ്ട്. നാളെ വേണമെങ്കിൽ അയാളെ അടിക്കാം. ഇത് നടന്നിരിക്കുന്ന രാത്രിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കൂട്ടം ഇല്ലാത്ത സമയത്തോ ഒന്നുമല്ല. പട്ടാപ്പകല് നടു റോഡിൽ ഹൈവേയിലിട്ടാണ് ഈ പറയുന്ന ഷാജൻ സ്കറിയെ അടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ വാഹനത്തിലുണ്ടായിരുന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയതിനു ശേഷം പോകുന്ന വഴിയിൽ വെച്ചിട്ട് വാഹനത്തിൽ വേറൊരു വാഹനം കൊണ്ടുവന്നിട്ട് ഇടിക്കുകയും അതിനുശേഷം
എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാറിൻ്റെ ഗ്ലാസ് തുറന്ന് ഷാജൻ സ്കറിയയുടെ ഡോറ് വലിച്ചു തുറന്നുകൊണ്ട് ആ വാഹനത്തിലിരിക്കുന്ന ഷാജൻ സ്കറിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ തന്തയ്ക്ക് മുൻപുണ്ടായവന്മാർ ചെയ്തത്. ഏത് പാർട്ടിയിലുള്ളവന്മാരായിക്കോട്ടെ തന്തയ്ക്ക് പ്രക്കാഴിക തന്നെയല്ലേ ഇവന്മാർ ചെയ്തിരിക്കുന്നത്. ഇവന്മാരിൽ ഇപ്പോൾ ഒരുത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനങ്ങ് ഇവിടുന്ന് അങ്ങ് ബംഗാളിലേക്ക് എന്തോ പോയി, അതോ ബാംഗ്ലൂരോ എവിടെയൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വലിയ ആണത്തമുള്ള ഒരു സാറാണ്, സഖാവാണ്. സഖാവിനെ പിടിച്ചത് അങ്ങ് അപ്പുറത്തെ ജില്ലയിൽ അല്ലെങ്കിൽ അങ്ങ് അപ്പുറത്തെ സംസ്ഥാനത്തിലുള്ള കോഴിക്കോട്ടിൽ നിന്നാണ്. ഇതാണോടാ നിൻ്റെയൊക്കെ ആണത്തം? ഇതാണോ നിൻ്റെ ഇടം ഭീരുവാണെങ്കിൽ, നിനക്കൊക്കെ ധൈര്യമില്ലെങ്കിൽ, നട്ടെല്ലാം ഉറപ്പില്ലെങ്കിൽ എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നത്? എന്തിനാണ് ആ വ്യക്തി അടിക്കുന്നത്? നിങ്ങൾ അടിച്ചതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ വ്യക്തിയുടെ ആദർശവും രാഷ്ട്രീയവും ആ വ്യക്തി മുന്നിലേക്ക് വെക്കുന്ന നീയൊക്കെ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ തുറന്നടിക്കുന്നത് അതിൻ്റെ പേടിയിൽ നിന്നല്ലേ നിനക്കൊക്കെ ഈ ഒരു സംഭവം പുള്ളിയെ തീർക്കണമെന്നുള്ള തീരുമാനം വന്നത്? തല്ലിയാൽ കൊന്നു കളയണം, അല്ലെങ്കിൽ ഈ പറയുന്ന പരിപാടിക്ക് നിൽക്കരുത്. നീയൊക്കെ നടു റോഡിൽ കിടന്നുകൊണ്ടൊരു വ്യക്തിയെ അടിച്ച് ചവിട്ടിക്കൂട്ടുന്ന വീഡിയോ അടക്കം വന്നിട്ടും പോലീസ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ അധീനതയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചൊൽപ്പടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസിനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഷാജൻ സ്കറിയുടെ വിഷയത്തിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. സോ ഈ പറയുന്ന പ്രതികളെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. ആരൊക്കെയാണോ അതിലുണ്ടായിരുന്നത്, അതിലെ തലവൻ ആരായിരുന്നു, അവരെ അങ്ങ് പുറത്തു നിന്ന് പോയി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു വീഡിയോയും കൂടിയാണ് ഞാൻ ഇന്നിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പറയുന്ന ഷാജൻ സ്കറിയെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. ന്യൂസ് ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. അതാരോ പുറകിരിക്കുന്ന കാറിൽ നിന്ന് പകർത്തിയൊരു വീഡിയോ ആണ്. ആദ്യം ഞാൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. നാടൻ മലയാളി ഓൺലൈൻ ചാനൽ എഡിറ്റർ ഷാജൻ സ്കറിയെ വാഹനം തടഞ്ഞു മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തൊടുപുഴയിൽ വെച്ച് ഇന്നലെയാണ് ഷാജൻ സ്കറിയുടെ കാർ തടഞ്ഞ ഒരു സംഘം മർദ്ദിച്ചത്. വാഹനത്തിനകത്തിരുന്ന ഷാജനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. CPM പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് ഷാജൻ സ്കറിയ ആരോപിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ശ്രീധരൻ കുറിയടത്താണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ഈ വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഡോറ് തുറന്ന് കണ്ടില്ലേ ഈ വീഡിയോയിൽ കാണുന്നത്? ആ വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അയാൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റതിൻ്റെ ഫലമായിട്ടും ആ വാഹനത്തിലുള്ള ഒരു കോട്ടിട്ടൊരു ചേട്ടൻ, എനിക്കൊന്ന് ഈ വീഡിയോ എടുക്കുന്ന കാറിലെ ആളായിരിക്കും, അയാൾ പോയി പിടിച്ചു മാറ്റിയത് കൊണ്ടുമാണ് അയാൾക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും വരാതെ രക്ഷപ്പെട്ടത്. ഈ തോന്നിവാസം അല്ലെങ്കിൽ ഈ ഗുണ്ടായുസം കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാത്രിയിലോ ആളുകളില്ലാത്ത സ്ഥലത്തോ അല്ല, പൊതു റോഡിൽ പൊതുജന മധ്യേ തന്നെയാണ് ഇവന്മാർ ഈ പരിപാടി കാണിക്കുന്നത്. ഇവന്മാർക്ക് ആരാണ് ഇതിന് ലൈസൻസ് കൊടുത്തത്? ആരാണെന്ന് എന്തിനു ചോദിക്കണമല്ലേ? ഇരട്ടച്ചങ്കുള്ള നമ്മുടെ ശ്രീ പിണറായി വിജയൻ സഖാവും അവരുടെ കുട്ടി സഖാക്കന്മാരും ആയിരിക്കുമല്ലോ മുന്നിലേക്ക് നിൽക്കുന്നത്. പോയി തല്ലട എന്ന് പറയുമ്പോൾ തല്ലാനും, പോയി കൊല്ലട എന്ന് പറയുമ്പോൾ കൊല്ലാനും ഇവർ നിർത്തിയിരിക്കുന്ന വെറും ചാവാലി പട്ടികളാണ് ഈ പറയുന്ന അടിമകളായിട്ടുള്ള കമ്മിക്കുട്ടന്മാരെന്ന് ഞാൻ പറഞ്ഞാൽ. അല്ലെങ്കിൽ അത് കമ്മികളെ മാത്രമല്ല, ഏതൊരു പാർട്ടിയാണെങ്കിലും നേതാക്കന്മാർ പറയുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ മുന്നിൽ നിർത്തിയിരിക്കുന്ന അടിയാളന്മാരാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ വേട്ടപ്പട്ടികളാണ് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന അണികൾ ഓരോരുത്തരും എന്ന് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും അത് തള്ളിക്കളയും. ഇല്ല, ഞാനിപ്പോൾ ഒരു നേതാവാണെങ്കിൽ എൻ്റെ അണ്ടറിൽ ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് എൻ്റെ അടിമകളാണ്. ആ അടിമകളെ വെച്ചുകൊണ്ട് നീ അവനെ പോയി തല്ലിക്കഴിഞ്ഞാൽ നിനക്ക് നാളെ MLA സ്ഥാനം തരാം, നിനക്ക് നാളെ എന്താ പറയുക നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ മെമ്പർ സ്ഥാനം തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിനക്കൊരു ജോലി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിൻ്റെ മകന് ജോലി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടിമകളായിട്ട് എന്നും ഇങ്ങനെ യാചിച്ച് നിന്നിട്ടുള്ള അടിമ കോരന്മാരൊക്കെ അത് ചെയ്യാനായിട്ട് മുന്നിലേക്ക് നിൽക്കും. അങ്ങനെയുള്ളവന്മാരാണ് ഈ പറയുന്ന ഷാജൻ സ്കറിയെ തല്ലാനായിട്ട് പോയി മുന്നിൽ നിന്നത്. ഷാജൻ സ്കറിയക്കെതിരെ വലിയൊരു വിപ്ലവം അഴിച്ചുവിടാൻ, അല്ലെങ്കിൽ ഷാജൻ സ്കറിയ ഇങ്ങനെ ആയിരുന്നു, ഇവന് ഇത് തന്നെ കിട്ടേണ്ടതായിരുന്നു പറയാൻ വേണ്ടിയിട്ട് സൈബർ പോരാളികൾ കുറേ എണ്ണം വന്നിട്ട് ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് മെഴുകുന്നുണ്ട്. ഇവനെ പോലുള്ളവന്മാർക്ക് ഇത് തന്നെ കിട്ടണം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് മെഴുകുന്നവന്മാർക്ക് ഇത് തന്നെ കിട്ടണമെന്നുള്ളത്. നീയൊക്കെ ആരെയാടാ പേടിപ്പിക്കുന്നത്? നിന്നെ പോലെയുള്ള ഊലാമ്പികളെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്നവന്മാരാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് ചലിക്കുന്നത്. നീ ഒന്നും വിചാരിക്കരുത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്ത് തോന്നിയ ദിവസം വിളിച്ച് പറയാമെന്നല്ല ഞങ്ങൾ ആരും വിചാരിക്കുന്നത്. ഈ നാട്ടിലെ കൊള്ളരുതായ്മകൾ ഞങ്ങൾ പറയുന്നതിൽ കൂടി ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ഓരോ ആളുകളുടെയും ഒരു വിജയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ? ഇത് UP യോ ബീഹാറോ അങ്ങ് ഗുജറാത്തോ ഒന്നുമല്ല, ഇത് കേരളമാണ്. അവിടെ BJP കിടന്ന് കളിക്കുന്നത് പോലെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് കിടന്ന് കളിക്കാൻ നോക്കിയാലേ നടക്കില്ല. കാരണം ഇത് കേരളത്തിലെ ജനങ്ങളെ ചോറ് നിന്ന് ജീവിക്കുന്ന ജനങ്ങളാണ്. ഇവന്മാരോടൊക്കെ ഇത് തന്നെ പറയണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും
മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഷാജൻ സ്കറിയയ്ക്ക് വേണ്ടി സംസാരിച്ചൊരു ചാനലുണ്ടായിരുന്നു, DNA ന്യൂസ് മലയാളം എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ പ്ലേ ചെയ്തിട്ട് എന്താണ് ഇതിനെപ്പറ്റി ഷാജൻ സ്കറിയയ്ക്ക് പറയാനുള്ളതോട് നമ്മൾ പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളിലേക്കാണ്. ബംഗാളിനെ 33 കൊല്ലം ഭരിച്ചു മുടിച്ച കമ്മ്യൂണിസ്റ്റുകാർ എന്ന തെമ്മാടികൾ ആ നാടിനെ എത്രമാത്രം അധപതനത്തിന്റെ പടുകുഴിയിൽ എത്തിച്ചിട്ടാണ് പടിയിറങ്ങിയതെന്ന് കേരളത്തിലെ ഹോട്ടലുകളിൽ പൊറോട്ടയടിക്കുകയും സെപ്റ്റിക് ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യുന്ന അതിഥി തൊഴിലാളികൾ എന്നിവന്മാർ ഓമന പേരിട്ട് വിളിക്കുന്ന ബംഗാളികൾ തെളിയിക്കും. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ കുറിച്ച് മലയാളികൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കേരളത്തിൽ പിണറായി വിജയനേക്കാളും മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും ജനസമ്മതിയും തന്റെ ഇടവുമുള്ള ഒരു മനുഷ്യൻ. 400 പോലീസുകാരുടെ നടുവിലൂടെ നടന്നിട്ട് തൂക്കിയിട്ട മറ്റേതിന്റെ ഇടയിലൂടെ നടന്നു പോയിട്ടുള്ളവരാണ് ഞാൻ എന്ന് വീമ്പ് പറയുന്നവരെ പോലെയല്ല ഷാജൻ സ്കറിയ. ആ ഷാജൻ സ്കറിയയാണ് മിനിഞ്ഞാന്ന് തൊടുപുഴയിലെ മുതലക്കോടത്ത് ഒരു വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയപ്പോൾ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ, ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ, ഡിവൈഎഫ്ഐ തെമ്മാടികൾ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. ഷാജൻ സ്കറിയയുടെ കാറിൽ മറ്റൊരു കാർ കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ ആരുടെയെങ്കിലും കാർ അബദ്ധത്തിൽ ഇടിച്ചതാണെന്ന് കരുതി കാര്യം തിരക്കാൻ അദ്ദേഹം കാറിന്റെ ഗ്ലാസ് താഴ്ത്തുന്നു. കാറിനുള്ളിൽ വെച്ച് തന്നെ ഈ വേട്ടപ്പട്ടികൾ അദ്ദേഹത്തെ മർദ്ദിക്കുന്നു. മൂക്കിൽ നിന്ന് ചോരയൊഴുക്കുന്ന നിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ തൊടുപുഴ സ്മിത ഹോസ്പിറ്റലിലേക്ക് മിനിഞ്ഞാന്ന് മാറ്റുകയും ചെയ്തിരുന്നു. പശ്ചിമ ബംഗാൾ ഈ കമ്മ്യൂണിസ്റ്റ് തെമ്മാടികൾ 33 കൊല്ലം ഭരിച്ചത് ആ നാട്ടിൽ ഇവന്മാർ തേനും പാലും ഒഴുകിയിട്ടാണോ? അല്ല. വിമർശിക്കുന്നവരെയും എതിർക്കുന്നവരെയും CPM നേതാക്കൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്നവരെ തല്ലിച്ചതച്ചും കൊന്നു കുഴിച്ചുമൂടിയുമൊക്കെയാണ് ഈ ഭീകരന്മാർ 33 കൊല്ലം ബംഗാൾ ഭരിച്ചത്. 300-ലധികം പേരെ കൊന്നു തള്ളിയിട്ടുണ്ടെന്നായിരുന്നു ഔദ്യോഗിക കണക്ക്. ഇവന്റെയൊക്കെ മൂത്ത കമ്മിയായ ബുദ്ധദേവ് ഭട്ടാചാര്യ തന്നെ നിയമസഭയിൽ സമ്മതിച്ചു ഒരിക്കൽ 135-ലധികം രാഷ്ട്രീയ എതിരാളികളെ കാലുപരിക്ക് അയച്ചിട്ടുണ്ടെന്ന്. ഒടുവിൽ ഇവന്മാരെ പേപ്പട്ടികളെ പോലെ തല്ലി ഒഴിക്കുകയായിരുന്നു സഹികെട്ട ബംഗാളിലെ ജനങ്ങൾ. അവിടെ മമതാ ബാനർജി എന്നൊരു പെൺസിംഹം ഉള്ളതുകൊണ്ട് ആ നാട് ഇത്രയെങ്കിലും ബാക്കി നിൽക്കുന്നു. ഇനി ഷാജൻ സ്കറിയയിലേക്ക് വരാം. എടാ പീരുക്കളെ, എല്ലിൻ കഷണം എറിഞ്ഞു തരുന്നത് പോലെ പാർട്ടി തരുന്ന എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ലേ നീയൊക്കെ ഈ തെമ്മാടിത്തരം കാണിക്കുന്നത്? നിനക്കൊക്കെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാമോ? ലോകത്തെ കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ ഗതി പിടിച്ചിട്ടുള്ളതായി നിനക്കൊക്കെ അറിയാമോ? നീയൊക്കെ വിളിക്കുന്ന ഇംഗുലാ ചിന്താവ, പിണറായി വിജയൻ ചിന്താവ എന്നതിന്റെ അന്തസത്ത എന്താണെന്ന് നിനക്കറിയാമോ? എടാ, ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ നീയൊക്കെ ഈ നശിച്ച പ്രസ്ഥാനത്തിൽ നിൽക്കില്ലായിരുന്നു. പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾക്ക് വേണ്ടി ഓശാന പാടില്ലായിരുന്നു. കുറെ നാൾ നീയൊക്കെ ബാപ്പ ഉപ്പാപ്പ എന്നൊക്കെ വിളിച്ചു നടന്നിരുന്ന PV അൻവറിനെ ഓർമ്മയുണ്ടോ? ആ PV അൻവർ വെല്ലുവിളിച്ചിരുന്നു, എത്ര ഉയരത്തിൽ പറഞ്ഞാലും ഷാജ നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന്. എന്നിട്ട് താഴെ ഇറങ്ങിയത് ആരാണെന്ന് നീയൊക്കെ കണ്ടല്ലോ. അതാണ് സത്യത്തിന്റെ വിജയം. സത്യമേ ജയിക്കൂ. അല്ലാതെ നിന്റെയൊക്കെ നേതാക്കൾ പാർട്ടി ക്ലാസുകളിൽ പിടിച്ചിരുത്തി ഛർദ്ദിക്കുന്ന പെരുന്നുടകളെ അതേപടി വാരി തിന്നുകയില്ല. നീയൊക്കെ ഭീരുക്കളാണെന്ന് ഒരിക്കൽ കൂടി നീയൊക്കെ തെളിയിച്ചു. ഒറ്റ തന്തയ്ക്കുണ്ടായവരായിരുന്നെങ്കിൽ, നട്ടെല്ലും ചങ്കൂറ്റവും ഉള്ളവരായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് വരണം. അതാണ് അർത്ഥം. എവിടെ ഷാജൻ സ്കറിയയെ നിശബ്ദരാക്കാമെന്നാണോ നീയൊക്കെ കരുതിയത്? നിന്റെയൊക്കെ മൂത്ത നേതാവില്ലേ കേരളത്തിലെ ജനങ്ങളുടെ തലവര കൊണ്ട് 2ാം വട്ടവും മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പോലെ സുരക്ഷാഭടന്മാരുടെ വലയത്തിൽ നടക്കാനുള്ള ആസ്തിയും സാമ്പത്തിക ശേഷിയും ഷാജൻ സ്കറിയയ്ക്കുണ്ട്. പക്ഷേ അത് പിണറായി വിജയനെ പോലെ പൊതുഖജനാവിലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് അത്രയധികം രോമാഞ്ചം ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മളിൽ ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് ഇദ്ദേഹം വന്നിട്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്തിനാണെങ്കിലും ഞാൻ ഇന്നാണ് യാദൃശികമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നത്. ഞാൻ അപ്പോൾ തന്നെ ആ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അദ്ദേഹം എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ട് പറയുന്നത് അതിഥി തൊഴിലാളികളാണ്, നമ്മുടെ മക്കളാണെന്ന് പറയുന്ന പിണറായി സഖാവേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള DYFIയിലുള്ള ഏതെങ്കിലും ഒരുത്തിന് ആണത്തമുണ്ടോ? ഈ ഷാജൻ സ്കറിയുടെ മുൻപിൽ പോയി നിൽക്കാൻ പോലും ഈ ഉറപ്പുള്ള ഒരുത്തം പോലും ഇല്ലായിരുന്നു. അതിനും അവന്മാർക്ക് ആൾക്കൂട്ടം വേണമായിരുന്നു. ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ അവന്മാർക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതിന്റെ പേരിൽ ഷാജൻ സ്കറിയയെ പോയി തല്ലിയിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടി? തല്ലിയിട്ട് നീ വലിയ ധൈര്യശാലിയായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ താഴെ മീശ വെച്ച ആണായിരുന്നു എന്നുണ്ടെങ്കിൽ നീ കേരളത്തിൽ തന്നെ നിന്നേനെ. നീ എവിടേക്കാണ് പാഞ്ഞത്? കേരള പോലീസ് നിന്നെയൊക്കെ അവിടെ വന്ന് റാഞ്ചിയില്ലടാ. ഏതെങ്കിലും പാർട്ടിയുടെ അധീനതയിൽ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നട്ടെല്ല് ആരുടെ മുന്നിൽ പണയം വെക്കാത്ത പോലീസുകാരുണ്ടെന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണുകയാണ്. അത് പിണറായിസം അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവ് പറഞ്ഞതിൻ്റെ പേരിൽ ഇവരെ അറസ്റ്റ് ചെയ്യാതൊന്നും ഇരുന്നിട്ടില്ല പോലീസുകാർ നല്ല ആണത്തമുള്ളവന്മാരായതുകൊണ്ടും ഇവർക്ക് നല്ല ചുറുചുറുക്കുള്ളത് കൊണ്ടും ഈ പറയുന്ന പ്രതികളെ പോയി അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്തു. അപ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് എന്താണ് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്? നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. ഷാജൻ സ്കറിയ പറയുന്നത് തന്നെ കൊല്ലാനാണ് ശ്രമം നടന്നത്, നേതൃത്വം നൽകിയത് CPM പ്രവർത്തകരാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും നിയമപരമായ പരിരക്ഷയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അവരൊരു തീരുമാനത്തിലെത്തുന്നു. ഒരു കാരണവശാലും ഇയാളെ നിയമപരമായി ജയിലിലടച്ച് സാധ്യമല്ല. അവരുടെ മുമ്പിലുള്ള വഴി എന്നെ കായികമായി നേരിടുക, തീർക്കുക എന്നുള്ളതാണ്. ഇവർ ശ്രമിച്ചത് എന്നെ വലിച്ച് താഴെ ഇറക്കി, പാവരിമൂലം അവർ ശ്രമിച്ചുകൊണ്ട് എന്നെ വലിച്ച് താഴെ ഇറക്കി ആ കൂട്ടത്തിൽ ഭീകരമായി മർദ്ദിക്കാനായിരുന്നു, കൊല്ലാനായിരുന്നു. അതിനകത്ത് ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ അതിനുള്ള കരുതലോടെയാണ് വന്നിരുന്നത്. 5 പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി. ക്യാമറകൾ പരിശോധിച്ചു. 5 പേരുടെയും ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ അവരെ ഐഡന്റിഫൈ ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് എന്ന് പറഞ്ഞ 2 പേരും, ഈ 2 പേരെയും കൃത്യമായി എനിക്കറിയാം. ഈ 2 പേരാണ് ഏറ്റവും കൂടുതൽ. അവരും അവരുടെ ഒരു സംഘവും കൂടെ CPMന്റെ നിർദ്ദേശപ്രകാരം, കാരണം ഇവരുടെ ഒരാൾക്കൂട്ട നിർദ്ദേശമുണ്ടല്ലോ, അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല, ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെ. കണ്ടില്ലേ, അദ്ദേഹം പറയുന്നത് തന്നെ കൊല്ലുക എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി വന്നാണെന്നാണ് പറയുന്നത്.
എന്തൊരു നാണമില്ലാത്ത പരിപാടിയാണ് പിണറായി വിജയൻ സഖാവെ നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിലുള്ള അണികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അറിവോട് കൂടി അല്ലെങ്കിൽ, അങ്ങനെ അറിവോട് കൂടി അല്ലാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും, അല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള കമ്മിക്കുട്ടന്മാരെ തന്നെ നിലയ്ക്ക് നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തൊരു ക്യാപ്റ്റനാണ്, ഇരട്ടച്ചങ്കനാണ്, ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്നൊക്കെ പലരും പല വാക്കുകളും പറഞ്ഞു നിങ്ങളെയൊക്കെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ ആയി പോകുന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവർത്തികൾ. നമ്മുടെ ഓരോ പാട്ടുകളുണ്ട് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പാട്ടുകളൊക്കെയും ഇന്നത്തെ പിണറായി സർക്കാരിന് ചേരുന്ന പാട്ടുകളല്ല. അതൊന്നും ഇനി ഒരു പരിപാടിക്ക് ഉപയോഗിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ നെറികെട്ടൊരു ഭരണത്തിന് പറ്റിയതല്ല ആ പാട്ടുകളല്ല, അതിലുള്ള ഓരോ വരികളും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് അല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ ഉതകുന്ന രീതിയിലുള്ള വർക്കുകളല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ മോശമാണ്, വളരെ കഷ്ടമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരുമാതിരി യു.പിയിലോ ബീഹാറിലോ ഒക്കെ ജീവിക്കുന്ന പോലെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ്. സ്വന്തം ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സ്വന്തം ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തോക്ക് കയ്യിൽ കരുതേണ്ട സമയമായിരിക്കുകയാണ്. ഒരു തോക്കുണ്ടായിരുന്ന ഷാജൻ സ്കറിയക്ക് ഒരു കോപ്പും വരില്ല, ആ തോക്കെടുത്തവന്മാരെല്ലാം വെടിവെച്ച് കൊന്നുകളയായിരുന്നു. ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. ഇനിയിപ്പോൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ അതൊക്കെ വേണം. ലൈസൻസോടുകൂടിയ തോക്ക് കയ്യിൽ കൊണ്ടു നടന്നെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഈ നാട്ടിൽ ഒരു റോക്കി ബായ് എങ്കിലും ആണെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഗുണ്ടകളെ വാർത്തെടുക്കുകയാണ് നമ്മുടെ CPM എന്ന് പറയുന്ന ആളുകൾ. കഷ്ടമാണ് കേട്ടോ. ഇതിലിപ്പോൾ ഷാജൻ സ്കറിയ പറയുന്ന വേറെ കാര്യമുണ്ട്, ഈ പണി ഇങ്ങനെയേ ചെയ്യൂ, ഭയപ്പെടുത്താമെന്ന് CPM കരുതേണ്ട, ചാവാൻ തയ്യാറായി ജീവിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്കും അത്രയേറെ മൂർച്ചയുള്ളത്. അദ്ദേഹം ഓരോ കാര്യങ്ങളെ പറ്റിയും വ്യക്തവും ദൃഢവുമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം പണി എവിടെ നിന്നൊക്കെ വരും എന്നുള്ളത്, എവിടെ നിന്നൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. ആ സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് പണി വരുമെന്നുള്ള അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം. പക്ഷേ ഇവന്മാർ ഏത് രീതിയിൽ കളിച്ചാലും ഞാൻ മരിക്കാനും തയ്യാറാണെന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് താഴോട്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യം, അല്ലെങ്കിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു തണുത്ത മട്ടാണ്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും നാളും പോലീസിനെ കുറ്റം പറഞ്ഞൊരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ പോലീസ് പിണറായിയുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ പിണറായിയുടെ ഈ അനുയായികളുടെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പോലീസ് എനിക്ക് വേണ്ടി നീതി വാങ്ങി തന്നു, അവന്മാരെ പോയി അവിടെ ഒളിച്ചിരുന്നിടത്ത് നിന്നെ പിടിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ കേരള പോലീസിൽ ആണത്തമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ആണത്തം ആരുടെയും മുന്നിൽ പണയം വെക്കാത്ത പോലീസുകാർ അല്ലെങ്കിൽ മനുഷ്യന്മാരുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ആയിരിക്കണം നീതി എന്ന് പറയുന്നത്. ഭരിക്കുന്ന പാർട്ടിയുടെ അവരുടെ ഭ്രഷ്ടനാക്കി നടക്കുന്നവരാവരുത് പോലീസിലുള്ളവർ. അവരൊക്കെ കഷ്ടപ്പെട്ട് രാത്രിയും പകലും എല്ലാം ഇരുന്ന് ഉറക്കളച്ച് പഠിച്ച് നേടിയെടുത്തൊരു ജോലിയാണ്. അല്ലാതെ അച്ഛൻ മരിച്ചതിൻ്റെ പേരിലോ അച്ഛൻ മരിച്ചതിൻ്റെ പേരിലോ കിട്ടിയ ജോലിയല്ല. അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർ ഇവർക്ക് വേണ്ടിയിട്ട് അടിമപ്പണി ചെയ്യും. കാരണം ഇവർക്ക് നിന്ന് പോകണ്ടേ, കാരണം ഇവർക്കൊരു വലിയ കഴിവോടുകൂടി കയറുന്നതല്ല, ആരുടെയെങ്കിലും അഭാവത്തിൽ കിട്ടിയ ജോലിയായിരിക്കാം. പക്ഷേ ഈ ഷാജൻ സ്കറിയുടെ വിഷയത്തിൽ നിലപാടെടുത്ത അല്ലെങ്കിൽ നടപടിയെടുത്ത പോലീസുകാർ എനിക്ക് തോന്നുന്നു അവർ ആഗ്രഹിച്ച് പോലീസിൽ കയറിയവരാണ്. ഇനി നാളെ അവർ സർവീസിന് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്നത് മോശമായിട്ടുള്ള, അല്ലെ തന്തയ്ക്ക് പ്രക്കാരി കാണിച്ചവന്മാരെ പോലീസ് പിടിച്ചിട്ടുള്ളൊരു കാര്യം കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി ഷാജൻ സ്കറിയ പറഞ്ഞത് നമുക്ക് കേട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്താം എന്ന് CPM കരുതിയ തെറ്റാണ്. കാരണം ഞാൻ ചാവാൻ തയ്യാറായി തന്നെ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി, കാരണം എനിക്കൊരു രാഷ്ട്രീയമുള്ളൂ, ദേശം അറിയത്തില്ല. ഈ സംഭവം ഉണ്ടായതിനു ശേഷം പറഞ്ഞു മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ട അയാൾക്കൊരു വൈരാഗ്യം പറഞ്ഞു 2000. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ എനിക്ക് അത് ശരിയാണ്. അത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പത്രങ്ങളും ചെയ്തത്. അപ്പോൾ ഞാനിന്ന് നോക്കിയപ്പം മനോരമയുടെ ലിങ്കാണ് എനിക്ക് കിട്ടിയത്. അപ്പം മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു, ഡോക്ടറായിരുന്നു, 3-4 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇയാളൊരു ഗുണ്ടയാണെന്ന് അറിയാതാണ് അവർ വിവാഹം കഴിച്ചത്. പക്ഷേ ഇയാൾ ഗുണ്ടയാണ് എന്ന് തിരിച്ചറിഞ്ഞോടുകൂടി ഇയാൾ വിവാഹം കഴിഞ്ഞ 2 മാസം കഴിഞ്ഞ് മരിച്ചു. ഇതെല്ലാവരും കൊടുത്തോളം ഞങ്ങൾ കൊടുത്തു. പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മക്കളെ നമ്മൾ ഞാൻ പലപ്പോഴും കാലിക വിഷയങ്ങൾ സാമൂഹിക പ്രസക്തിയിൽ പറയാറുണ്ട്. അപ്പോൾ ഞാൻ മക്കളിങ്ങനെ ഗുണ്ടകളുടെയും ലഹരിക്കാരുടെ കടയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾ കൃത്യമായി എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വീഡിയോ ചെയ്തു. ആ ഒരു വീഡിയോ കൊണ്ടാണ് ഇയാൾ ചെയ്തതെന്ന് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ എല്ലാവരും ചെയ്ത വാർത്തയാണ് ഞാനും ചെയ്തത്. അതിനപ്പുറത്തേക്ക് അതിനകത്ത് വ്യാജ വാർത്തയൊന്നും അല്ലാതെ എല്ലാ പത്രങ്ങളിലും മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണം, ഡോക്ടറായിരുന്നു, ആ നല്ല കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇയാൾക്ക് പിന്നെ CPM പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ, CPM നേതാക്കളുടെ ഫോട്ടോ മാത്രമല്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി അയാളുടെ അമ്മാവിനോട് ഒരു കോൺട്രാക്ടറാണ്. അപ്പോൾ പോലീസ് അവരുടെ വീട്ടിലൊക്കെ പോയിരുന്നു. ഈ തിരുവനന്തപുരത്ത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, വലിയ പ്രോജക്റ്റ്. അതിൻ്റെ സൂപ്പർവൈസറും കണ്ടില്ലേ. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇവരുടെ ഗുണ്ടയാണ്, CPMൻ്റെ ഗുണ്ടയാണ്. ഇവനെ പോലീസ് പിടിച്ചിരിക്കുന്നത് അങ്ങ് ദൂരയിൽ നിന്നാണ്. ഇവൻ വന്നിട്ട് ഓടിപ്പോയി ഒളിച്ചിരിക്കുന്നത്, ഇവൻ വിചാരിച്ച് ഇവനെ പോലീസൊന്നും പിടിക്കത്തില്ല, ഞങ്ങളുടെ ആളുകൾ തന്നെയാണല്ലോ ഭരിക്കുന്നത്, അപ്പോൾ പിന്നെ എനിക്ക് ആരെ പേടിക്കാനാണ്, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സേഫ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഓടിപ്പോയി ഒളിച്ചിരുന്നതാണ്. പക്ഷേ പോലീസ് അവിടെ ചെന്ന് ഇവൻ എവിടാണോ ഒളിച്ചിരുന്നത് അവിടുന്ന് തന്നെ പോലീസ് പിടിച്ചു. ഇവൻ എവിടാണോ ഒളിച്ചിരുന്നത് അവിടുന്ന് തന്നെ പോലീസ് പിടിച്ചു. ബംഗളൂരിൽ നിന്നാണ് ഇവനെ പിടിച്ചതെന്നാണ് അറിയുന്നത്. കേരളത്തിൽ വന്ന് അലമ്പുണ്ടാക്കിയിട്ട് ബംഗളൂരിലേക്ക് ഓടിപ്പോയി ഇവൻ്റെ ആണത്തം അല്ലെങ്കിൽ ഇവൻ്റെ ഒരു ധൈര്യം എന്നൊക്കെ പറയുന്നത്
ഇതൊരു വലിയ ധൈര്യം തന്നെയാണ് നിനക്കുള്ളത്. എന്ത് തന്നെയാണെങ്കിലും നിന്നെ പോലീസ് അടപടലം മൂഞ്ചിച്ചു, നിന്നെ പിടിച്ചു, നിന്റെ പാർട്ടി നിന്നെ തേച്ചു. എന്തിനാണ് ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടി കൊല്ലാൻ പോകുന്നത്, കൊല്ലാനും ഈ മരിക്കാനും ഒക്കെ പോകുന്നത്? ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഒരു പാർട്ടി എന്ന് പറയുന്നൊരു സാധനം അത് നമുക്ക് രാഷ്ട്രീയം എല്ലാവരുടെയും മനസ്സിൽ വേണം. അത് കോളേജിലായാലും എവിടെയാണെങ്കിലും വേണം. അത് ആവശ്യത്തിന് മാത്രം. ആവശ്യത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് പ്രശ്നം? അമൃത് അമിതമായാലും വിഷമാണെന്ന് പറയുന്നത് പോലെയാണ് അല്ലേ? രാഷ്ട്രീയം ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയം നല്ലതിന് വേണ്ടി യൂസ് ചെയ്യണം. അല്ലാതെ ഈ പറയുന്ന കൊള്ളരുതായ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ പോലെ അവരുടെ അടിമയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. അതാവരുത് രാഷ്ട്രീയം. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എന്തിനാണെങ്കിൽ ഷാജൻ സ്കറിയ നല്ലതാണെങ്കിൽ നല്ലത് തന്നെ നടക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിമർശിക്കാനും ഉള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ തല്ലാൻ ആർക്കുള്ള അവകാശമില്ല. ആർക്കും ഈ മേലുപദ്രവം നടത്താനുള്ള അവകാശമില്ല. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള നടപടി എടുക്കാം. അല്ലാതെ അയാളെ പോയി തല്ലുക എന്ന് പറയുന്നത് അത്ര നല്ല പരിപാടിയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.